എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് MP-LATS, G7, നിയാൻഡർതാൽസ്, MCLR, നയ സവേറ സ്കീം, ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ, വാർമിംഗ് ഓഫ് ആർട്ടിക് റീജൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഹെൽസിങ്കി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MP-LATSനെ കുറിച്ചാണ്. സോ MP-LATS അഥവാ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത് 1993 ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. 1993 ഡിസംബറിലാണ് ഇത് ആരംഭിക്കുന്നത്. സോ ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന് അവരുടെ ലോക്കൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ വർക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോക്കൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാം. സോ അപ്പോൾ ആ വർക്കുകൾ കൂടുതലും ഡ്യൂറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അസറ്റ്സ്, അതുപോലെ തന്നെ ഈ ബേസിക് ഫെസിലിറ്റീസ്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഈ ലോക്കലി ആവശ്യമുള്ള മറ്റുള്ള ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഡിമാൻഡ്സ്, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള വർക്കുകളാണ് നോർമലി ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത്. സോ ഇത് ബേസിക്കലി ഒരു പ്ലാൻ സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി ഫണ്ടഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ MP-LAT സ്കീമിന്റെ കീഴിൽ ഇന്ത്യയിലെ ഓരോ MP-ക്കും 5 കോടി രൂപ വീതമാണ് ഒരു വർഷം അലോക്കേറ്റ് ചെയ്യുന്നത്. സോ അതായത് ഓരോ വർഷവും ഓരോ ഫിനാൻഷ്യൽ ഇയറിലും അപ് ടു 5 crore വരെ വർത്ത് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ MP-മാർക്ക് റെക്കമെൻഡ് ചെയ്യാം. ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്യും. അത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ വർഷവുമാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള വർക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്, MP-മാർ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അതിനകത്ത് പറയുന്നത് ഈ വർക്കിൽ അറ്റ്ലീസ്റ്റ് 15% എങ്കിലും ആ ഏരിയയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ ജീവിക്കുന്ന പ്രദേശത്ത് ഉള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്തുള്ള ഏകദേശം 7.5% വർക്കുകൾ ഷെഡ്യൂൾഡ് ട്രൈബൽ പോപ്പുലേഷൻ ജീവിക്കുന്ന ഏരിയാസിൽ ഉള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ഈ ഫണ്ട് ബേസിക്കലി ഗവൺമെന്റ് റിലീസ് ചെയ്യുന്നത് ഗ്രാൻസ് ഇൻ എയ്ഡ് ആയിട്ടാണ്. ഇത് റിലീസ് ചെയ്യുന്നത് ഈ കൺസേൺഡ് MP-യുടെ കയ്യിലേക്കല്ല ഈ ഫണ്ട് വരിക, പകരം ആ MP റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വർക്ക് നടക്കുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് അതോറിറ്റീസിനാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന സ്കീമിന്റെ കീഴിൽ റിലീസ് ചെയ്യുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് നോൺ ലാപ്സബിൾ ആണ്. നോൺ ലാപ്സബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റിന്റെ ഒക്കെ ഒരു കാലാവധി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ മൊത്തമാണ്. അതായത് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ്. സോ ഈ മാർച്ച് 31 ആകുമ്പോഴേക്കും നോർമലി ഫണ്ടുകൾ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാപ്സ് ആവും. പക്ഷേ MP-LATSന്റെ കേസിൽ ഇതൊരു ലാപ്സബിൾ ആയിട്ടുള്ള ഫണ്ട് അല്ല. അതായത് മാർച്ച് 31 ആകുമ്പോഴേക്കും വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിലും ഇത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരിച്ചു വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു വർഷം റിലീസ് ചെയ്തിട്ടില്ലാത്ത ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് സബ്സിക്വന്റ് ഇയറിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ MP-മാർക്ക് ഈ ഫണ്ടിന്റെ കീഴിലുള്ള റോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെക്കമെൻഡേറ്ററി റോളാണുള്ളത്. കാരണം അവരല്ല ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അവരല്ല ഫണ്ട് ചെയ്യുന്നത്. MP-മാർക്ക് വർക്കുകൾ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വർക്കുകളുടെ ഈ MP-മാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഈ വർക്കുകളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്, അത് ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ്. അതുപോലെ തന്നെ അവർ തന്നെയാണ് ഈ ഫണ്ട് ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് സാങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആരാണ് ഈ വർക്ക് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഈ വർക്കുകളുടെ പ്രയോറിറ്റീസ്, ഏത് വർക്ക് ആദ്യം ചെയ്തെടുക്കണം എന്നുള്ള പ്രയോറിറ്റീസ്, ഈ വർക്കുകളുടെ എക്സിക്യൂഷന്റെ ഓവറോൾ സൂപ്പർവിഷൻ, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ഈ സ്കീമിന്റെ മോണിറ്ററിങ്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആണ്. സോ ഇപ്പോൾ ഡിസ്ട്രിക്ട് അതോറിറ്റീസിന് ഈ ഒരു സ്കീമിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ MP-LAT സ്കീമിന്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ അറ്റ്ലീസ്റ്റ് 10% പ്രൊജക്റ്റുകളെങ്കിലും ഈ ഡിസ്ട്രിക്ട് അതോറിറ്റി എല്ലാ വർഷവും ഇൻസ്പെക്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ MP-മാർക്ക് എവിടെയൊക്കെയുള്ള വർക്കുകൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലോക്സഭാ MP-മാരുടെ കേസിൽ ലോക്സഭാ MP-മാർക്ക് അവരുടെ റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ മാത്രമേ MP-LAT സ്കീം അനുസരിച്ചിട്ടുള്ള വർക്കുകൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. ഇനി രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ
ഓക്കെ, രാജ്യസഭയിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നായിരിക്കും ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള ഒരു വർക്ക് മാത്രമേ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള ഒരു രാജ്യസഭ MP ആണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയുള്ള വർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സ്റ്റേറ്റിലുടനീളം അവർക്ക് ഈ ഒരു MP ലാഡ് സ്കീം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ഫണ്ട് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ, നമുക്കറിയാം നോമിനേറ്റഡ് മെമ്പേഴ്സ് നിലവിൽ ലോക്സഭയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല, നിലവിൽ രാജ്യസഭയിൽ മാത്രമാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉള്ളത്. സോ അപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉള്ള വർക്കുകൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ലോക്സഭ MPs ആണെങ്കിൽ അവരുടെ കൺസേൺഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വർക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. രാജ്യസഭയിലെ ഇലക്റ്റഡ് MPമാർക്ക് സ്റ്റേറ്റിനകത്തുള്ള, അവർ ഏത് സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിനകത്തുള്ള ഏത് സ്ഥലത്തുള്ള വർക്കും റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെയുള്ള വർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. സോ ഇതാണ് MP ലാഡ് സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് G7 ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറയും. സോ G7 എന്ന് പറയുന്നത് കാനഡ, ഫ്രാൻസ്, അതുപോലെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓക്കെ, പ്ലസ് യൂറോപ്യൻ യൂണിയൻ, ഇത്രയും രാജ്യങ്ങൾ ഉൾപ്പെടുന്ന, ഈ 7 രാജ്യങ്ങളും അതുപോലെ തന്നെ പ്ലസ് യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് ആണ് G7 എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് 1970s ഇത് ആരംഭിക്കുന്ന സമയത്ത് G7 എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് 1990കളുടെ അവസാനത്തിൽ ഈ സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സിന് ശേഷം റഷ്യനെ ഇവർ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലം ടിൽ 2014 വരെ ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് G8 എന്നുള്ള പേരിലാണ്. പക്ഷെ 2014 റഷ്യ യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ക്രൈമിയ അനക്സ് ചെയ്തതോട് കൂടിയിട്ട് ഇത് വീണ്ടും G7 ആയിട്ട് മാറി. അവർ റഷ്യനെ ഇതിൽ നിന്ന് എക്സ്പെൽ ചെയ്തു. സോ അഗെയിൻ ഇത് G7 ആയിട്ട് മാറി. അപ്പോൾ ഈ G7 ഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1970കളിൽ ഉണ്ടായിട്ടുള്ള ചില ഇന്റർനാഷണൽ ലെവലിൽ, എസ്പെഷ്യലി വെസ്റ്റേൺ എക്കണോമീസിൽ ഉണ്ടായിട്ടുള്ള ചില ക്രൈസിസുകൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 1971 എക്സ്ചേഞ്ച് റേറ്റ് കൊളാപ്സ്, അതുപോലെ തന്നെ 1973 വന്നിട്ടുള്ള നിക്സൺ ഷോക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ ബ്രിട്ടൻ വുഡ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പെഗ്ഡ് ഇക്വിറ്റി സിസ്റ്റത്തിൽ നിന്ന് US ഡോളറിനെ വിഡ്രോ ചെയ്തതായിരുന്നു ഈ പ്രസിഡന്റ് നിക്സൺ. അന്ന് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു US പ്രസിഡന്റ്. അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതിനെയാണ് നിക്സൺ ഷോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1970കളിൽ ഉണ്ടായിരുന്ന എനർജി ക്രൈസിസ്, അതിനുള്ള കാരണം എന്ന് പറയുന്നത് 1973 ഒക്ടോബർ വാർ അല്ലെങ്കിൽ യോം കിപ്പൂർ വാറിന്റെ സമയത്ത് US ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സൈനിക സഹായം കൊടുത്തതിനെതിരായിട്ട് അറബ് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ US-ന് അഗേൻസ്റ്റ് ആയിട്ട്, US-ഉം വെസ്റ്റിനും അഗേൻസ്റ്റ് ആയിട്ട് ഓയിൽ എംബാർഗോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എനർജി ക്രൈസിസ്, ഇങ്ങനെയുള്ള 70s തുടക്കത്തിൽ വന്നിട്ടുള്ള ചില ക്രൈസിസുകളും അത് കാരണം വന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒക്കെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക് ഇനീഷ്യേറ്റീവ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബേസിക്കലി ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഒക്കെ ഈ രാജ്യങ്ങൾക്കിടയിൽ എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സംഘടനയുടെ തുടക്കത്തിലുള്ള പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, G20 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 സാമ്പത്തിക ശക്തികളുടെ സംഘടനയായിട്ടുള്ള G20 നിലവിൽ വന്നതോട് കൂടിയിട്ട് G7 ശരിക്കുമുള്ള റെലവൻസ് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അതൊരു വെസ്റ്റേൺ കൺട്രീസിന്റെ അലയൻസ് പോലെ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. സോ ഈ G7 നോർമലി അവർ ആനുവലി ആണ് മീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ എക്കണോമിക് പോളിസീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനുവൽ മീറ്റിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ G7 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് സെമി ആനുവലി മീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഇവർ അപ് ടു 4 times വരെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യങ്ങൾ കൂടാതെ യൂറോപ്യൻ യൂണിയനും G7-നകത്തുണ്ട്. 2023 അവസാനത്തെ സമ്മിറ്റ് നടന്നിട്ടുള്ളത്, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സമ്മിറ്റ് നടന്നിട്ടുള്ളത് ജപ്പാനിൽ വെച്ചിട്ടാണ്. ഇനി അടുത്ത ടോപ്പിക്ക് നിയാണ്ടർതാൽസ് ആണ്. സോ നിയാണ്ടർതാൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസുമായിട്ട്, ഇപ്പോൾ നിലവിൽ ലോകത്തുള്ള ഹ്യൂമൻസുമായിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിലേറ്റീവ് ആണ് ഈ നിയാണ്ടർതാൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻ ബീയിങ്സിന്റെ തൊട്ടു മുമ്പത്തെ ഒരു ജനറേഷൻ എന്നോ അല്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ നിയാണ്ടർതാൽസിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്പീഷീസ് അറിയപ്പെടുന്നത് ഹോമോ നിയാണ്ടർതാലനീസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അവർ യൂറോപ്പ് അതുപോലെ തന്നെ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഏകദേശം 40,000 വർഷങ്ങൾ വരെ, ഓക്കെ, 4 lakh years തൊട്ട് ഒരു 4,000 years ബാക്ക് വരെ, അല്ലെങ്കിൽ 40,000 BC വരെയൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിയാണ്ടർതാൽസ് ഭൂമിയിലുള്ള സമയത്തിന് നമ്മൾ ഇന്നത്തെ ഹ്യൂമൻസും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമൻസിന്റെ കൂടെ ഈ മോഡേൺ ഹ്യൂമൻസിന്റെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് നിയാണ്ടർതാൽസ് എന്ന് പറയുന്നത്.
പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഹ്യൂമൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. പൊതുവിൽ ഒരു ഹൈറ്റ് കുറവായിരുന്നു, കുറച്ചും കൂടി വെൽ ബിൽഡ് ആയിട്ടുള്ള മാസ്കുലിൻ ബോഡി ആയിരുന്നു. അതുപോലെ തന്നെ ഈ എക്സ്ട്രീം വിന്ററിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ശാരീരിക സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന വെൽ ബിൽഡ് ബോഡി ആണെങ്കിലൊക്കെ പോലും ഇവർ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയുടെ ഒക്കെ പ്രത്യേകതകൾ കാരണം ഒരുപാട് ഇഞ്ചുറീസ് പറ്റുമായിരുന്നു. പിന്നെ ഇവരുടെ ടോട്ടൽ ബോഡി മാസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഹ്യൂമൻസിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ ബ്രെയിൻ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. സോ ഇതാണ് നിയാണ്ടർതാൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് MCLR ആണ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ബാങ്കുകൾ ബേസിക്കലി ലോൺസ് കൊടുക്കുന്ന സമയത്ത് അതിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഈ MCLR ബേസ് ചെയ്തിട്ടാണ്. പണ്ടൊരു ബേസ് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ടിൽ 2016 വരെ. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഈ MCLR ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ MCLR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ബിലോ വിച്ച് നോ ബാങ്ക്സ് ഈസ് പെർമിറ്റഡ് ടു ലെൻഡ് മണി എന്നുള്ളതാണ്. അതായത് MCLR എത്രയാണോ അതിൽ താഴെ ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു ബാങ്കിനും ഈ പറയുന്ന ലോൺസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ MCLR ആക്ച്വലി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബാങ്കുകൾ ഇന്റേണലി ആണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ MCLRന്റെ ഡിറ്റർമിനേഷൻ ഒരുപാട് ഈ പറയുന്ന ലോൺ റീപേയ്മെന്റ് ടൈമിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ MCLR റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2016 സോ 2016 ഏപ്രിൽ 1 തൊട്ട്, അതായത് 16-17 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് അല്ലെങ്കിൽ സാമ്പത്തിക വർഷം തൊട്ട് നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് MCLRന്റെ ബേസിസിലാണ്. അതിന് മുമ്പ് ബേസ് റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ബേസ് റേറ്റ് സ്ട്രക്ചർ 2010 തൊട്ട് 2016 ഏപ്രിൽ 1 വരെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ബേസ് റേറ്റ് സ്ട്രക്ചർ ആയിരുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ബാങ്കുകൾ ഇന്റേണലി ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 4-5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, അതുപോലെ തന്നെ നെഗറ്റീവ് ക്യാരി ഓൺ അക്കൗണ്ട് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ടെന്യൂർ പ്രീമിയം. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് MCLR ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ MCLRും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബേസ് റേറ്റും തമ്മിലുള്ള ചില ഡിഫറൻസസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബേസ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ക്വാർട്ടറിലും ആണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ MCLR മന്ത്ലി റിവിഷൻ നടക്കുന്ന ഒരു റേറ്റ് ആണ്. അതുപോലെ തന്നെ ബേസ് റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് ഓഫ് ഫണ്ട് പ്ലസ് മാർജിൻ പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് CRR ക്യാഷ് റിസർവ് റേഷ്യോ, ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. MCLRന്റെ കേസിൽ അത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് പ്ലസ് CRR പ്ലസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പ്ലസ് ടെന്യൂർ പ്രീമിയം, ഈ കാര്യങ്ങളുടെ പേരിലാണ് MCLR ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഓൾഡ് ഡെപ്പോസിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ബേസ് ചെയ്തേക്കുന്നത് കറന്റ് കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ മാർജിന് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് മാർജിന് ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ടിന്റെ ഭാഗമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബേസ് റേറ്റ് പ്ലസ് സ്പ്രെഡ് ആണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് MCLR റേറ്റ് പ്ലസ് സ്പ്രെഡ് ആണ്. ഓക്കെ, സോ ഇനി അടുത്ത ടോപ്പിക്ക് നയ സവേര സ്കീമാണ്. സോ നയ സവേര സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പെടുന്ന സ്റ്റുഡൻസിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സ്കീമാണ്. പക്ഷേ ഇപ്പം നിർത്തലാക്കിയിട്ടുള്ള ഒരു സ്കീമാണിത്. സോ നയ സവേര സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രീ കോച്ചിങ് ആൻഡ് അലൈഡ് സ്കീം എന്നാണ് ഇംഗ്ലീഷിൽ നിന്ന് വിളിക്കുക. സോ ബേസിക്കലി ഈ ഇന്ത്യയിലെ 6 നോട്ടിഫൈഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് സിഖ്, ജെയിൻ, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, അതുപോലെ തന്നെ പാസി. ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സ്റ്റുഡൻസിന് ഈ ക്വാളിഫയിങ് എക്സാംസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സസിനുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ക്വാളിഫയിങ് എക്സാംസ് ഉണ്ടാവും, അതിനുള്ള കോച്ചിങ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്, എസ്പെഷ്യലി ഇപ്പോൾ ഗ്രൂപ്പ് A-B-C സർവീസസിലേക്കൊക്കെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്, അല്ലെങ്കിൽ മറ്റുള്ള ഈക്വലന്റ് പോസ്റ്റുകൾ സെൻട്രലിൻ്റെയോ സ്റ്റേറ്റിൻ്റെ ഒക്കെ കീഴിലുള്ള മറ്റുള്ള ഈക്വലന്റ് പോസ്റ്റിലേക്കുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്. അപ്പോൾ അതിനകത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വിടും, ബാങ്ക്സ് വിടും, റെയിൽവേസ് വിടും. സോ അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാം കോച്ചിങ്, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ക്വാളിഫയിങ് എക്സാംസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഈ 6 കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സ്റ്റുഡൻസിന് എക്സാം കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്കീമായിരുന്നു ഇത്. അത് ഇന്ത്യയിലുടനീളം ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ഉണ്ടാവും, PIAs ഉണ്ടാവും. അവർ വഴിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ സ്കീം നിലവിലില്ല. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഈ സ്കീം നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കീമിന്റെ കൂടെ തന്നെ ഇത്തരത്തിൽ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള മറ്റു ചില സ്കീമുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
ഈ അടുത്ത കാലത്തായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് 2022-23 സാമ്പത്തിക വർഷത്തിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ആണ് ഈ പദോ പർദേശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നായ സവേര, അതുപോലെ തന്നെ നായ് ഉഡാന്, മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഈ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ ഒരു വലിയൊരു പോർഷനൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ വർഷം തൊട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസസിന്റെ പ്രൊവിഷണൽ റീഡിംഗ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏകദേശം 5.55% വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു 3 മാസത്തെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒക്ടോബറിലെ 4.87 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു 3 മന്ത് ഹൈ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഹെഡ്ലൈൻ റീറ്റെയിൽ ഇൻഫ്ലേഷനൊക്കെ ഈ 2023 നവംബറിലെ ഒരു വലിയ രീതിയിലുള്ള ഈ ഫുഡ് പ്രൈസിന്റെ ഇൻക്രീസും അതുപോലെ തന്നെ ഈ കൺസ്യൂമർ പ്രൈസിന്റെ ഇൻഡെക്സിന്റെ വർധനവൊക്കെ വലിയ രീതിയിൽ കാണിക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്, അതായത് സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടുന്നത് കാരണം വരുന്ന ഇൻഫ്ലേഷൻ. മറ്റൊന്ന് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്, സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതുകൊണ്ടുള്ള ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ RBI നടത്തുന്ന എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസീസ്, അതായത് ഈ മോണിറ്ററി പോളിസി ഉപയോഗിച്ചുകൊണ്ട് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത്, എസ്പെഷ്യലി കോവിഡ് പാൻഡമിക്കിന്റെ സമയത്തൊക്കെ നടന്നിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യപ്പെടും. സോ അപ്പോൾ അത് ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാവും. അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ COVID-19 പാൻഡമിക്കിന്റെ ഒക്കെ സമയത്ത് നടത്തിയിട്ടുള്ള ഫിസ്ക്കൽ സ്റ്റിമുലസ്, മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസീസ് ഡിസൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങും. ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് അത് അൾട്ടിമേറ്റ്ലി ഇൻഫ്ലേഷന് കാരണമാവും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസി വിദേശ കറൻസികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കറൻസിയുടെ വാല്യൂ താഴുന്നത്, അതിനാണ് കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ സപ്ലൈ സൈഡ് കൺസ്ട്രെയിൻസ്, അതായത് ആളുകൾക്കുള്ള ഈ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ്റെ ഭാഗത്ത് വരുന്ന ബോട്ടിൽ നെക്സ് ആണ്. അതായത് കൃത്യമായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയിനകത്ത് ഡിസ്റപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ക്ഷാമം ഉണ്ടാവും, സാധനങ്ങളുടെ ലഭ്യത കുറയും. അപ്പോൾ ലഭ്യത കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും, അത് ഇൻഫ്ലേഷന് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ വെതറും അഗ്രികൾച്ചറൽ ഫാക്ടേഴ്സും, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയുന്നതും, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻസ് ഒക്കെ കാര്യങ്ങളായിട്ട് പറയാം. ഇനി ഇത് കാരണം ഉണ്ടാകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇൻഫ്ലേഷൻ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ചാലഞ്ചസ്. ഒന്ന്, ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്സിനെയാണ്. അത് കൃത്യമായിട്ടൊരു ഫിക്സഡ് എമൗണ്ട് സാലറി വാങ്ങിക്കുന്ന സാലറിയുടെ എംപ്ലോയീസിനൊക്കെയാണ്. കാരണം അവരുടെ ബഡ്ജറ്ററി പ്ലാനിങ്ങിനൊക്കെ മൊത്തം ഇത് താളം തെറ്റിക്കാൻ കാരണമാവും. സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ അവരുടെ സേവിങ്സിനെയും ലോൺ റീപേയ്മെന്റിനൊക്കെ ഇത് ബാധിക്കും. അതുപോലെ തന്നെ കൺസേൺ റിഗാർഡിങ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻഫ്ലേഷൻ ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ RBI അവരുടെ മോണിറ്ററി പോളിസി അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ നിർബന്ധിതരാകും, മാർക്കറ്റിനകത്തുള്ള എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലോൺ കിട്ടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അത് ആൾക്കാരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് പോലും ഇത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ ഇറോഷൻ ഓഫ് വാല്യൂ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ബേസിക്കലി ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മണിയുടെ വാല്യൂ കുറയാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ സേവിങ്സിൻ്റെയും വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഇമ്പാക്ട് ഓഫ് കൺസ്യൂമർ സ്പെൻഡിങ്, ബേസിക്കലി ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്പെൻഡിങ് കപ്പാസിറ്റി ഇത് കാരണം കുറയും. കാരണം സാധനങ്ങളുടെ വില കൂടുന്നതുകൊണ്ട് അപ്പോൾ ആൾക്കാർ എസെൻഷ്യൽ ഐറ്റംസ് മാത്രം വാങ്ങിക്കുന്നതിലേക്ക് അവരുടെ സ്പെൻഡിങ് ചുരുക്കും. അത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ മാർക്കറ്റിന് വലിയ രീതിയിൽ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും. ഇനി ഇതിനകത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആയിട്ട് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് RBIയുടെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ടൈറ്റർ ആയിട്ടുള്ള മോണിറ്ററി പോളിസി, ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ സപ്ലൈ സൈഡ് റിഫോംസ്, അതായത് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, ഈ പറയുന്ന സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെന്റ് കുറച്ചും കൂടി ടൈറ്റർ ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സിഡീസ്, അതായത് സബ്സിഡീസ് എന്ന് പറയുന്നത് ബേസിക്കലി അത് ഇൻഫ്ലേഷന് കാരണമാവുന്ന ഒന്നാണ്. കാരണം മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുകയാണ്. പക്ഷേ നമുക്ക് സബ്സിഡീസ് എസെൻഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട്, അത് ഏറ്റവും അത്യാവശ്യമുള്ളത് ആർക്കൊക്കെയാണോ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സബ്സിഡീസ് ലിമിറ്റ് ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാർമിംഗ് ഓഫ് ആർട്ടിക് റീജിയൻ ആണ്.
സോ നമ്മുടെ ആർട്ടിക് റീജിയൻ ഇപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് 2023 എന്ന് പറയുന്നത് ഈ 2023 ആർട്ടിക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വാമസ്റ്റ് സമ്മർ ആയിരുന്നു ഈ 2023 സമ്മർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ നോർത്തേൺ പോളാർ റീജിയനിലൊക്കെയുള്ള ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് അത് കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡയിലൊക്കെ ഈ കഴിഞ്ഞ വർഷമാണ് വലിയ രീതിയിലുള്ള വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ ഐസ് മൂടിക്കിടക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോലും വളരെ വലിയ എന്താണ് വൈൽഡ് ഫയേഴ്സ് ഉണ്ടാകുന്നത്, ഒരുപാട് കമ്മ്യൂണിറ്റീസിനെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ സീ ഐസിന്റെ എക്സ്റ്റെൻഡ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, ഐസ് ഷീറ്റുകളുടെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അലാസ്ക പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഐസ് ഒരു പരിധിക്കപ്പുറം മെൽറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൃഷിനാശത്തിന് കാരണമാവും, ഫുഡ് സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും, സീ ലെവൽ റൈസിനും ഒക്കെ കാരണമാവും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ആർട്ടിക്കിലെ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ റൈസിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒക്കെ കാരണമായിട്ടുള്ളത് ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള കാരണങ്ങളാണ്. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ യൂസേജ് കൂടുന്നതും എമിഷൻ കൂടുന്നതൊക്കെ കാരണങ്ങളായിട്ട് പറയാം. മറ്റൊന്ന് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂട് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആർട്ടിക് റീജിയനിലുള്ള ഒരു കാര്യമാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സോയിലിൻ്റെ ടോപ്പ് ലെയർ ഐസായിട്ട് മാറുന്നതാണ്. അപ്പോൾ ബേസിക്കലി എന്ത് പറ്റും, ഈ ചൂട് കൂടുന്ന സമയത്ത് ഈ പെർമാഫ്രോസ്റ്റ് ഉരുകാൻ തുടങ്ങും, ഈ ഐസ് മെൽറ്റ് ആവും. അത് മെൽറ്റ് ആവുന്ന സമയത്ത് ഈ സോയിലിനകത്ത് ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുള്ള മീഥെയിൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് വലിയ രീതിയിൽ പുറത്തേക്ക് ഇത് പുറന്തള്ളും അല്ലെങ്കിൽ റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഈ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കാൻ കാരണമാകും. കാരണം മീഥെയിൻ എന്താണ്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ ഇതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് ആർട്ടിക് റീജിയനിലെ റിഡക്ഷൻ ഓഫ് അൽബീഡോ ആണ്. അൽബീഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് നമ്മൾ അൽബീഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക് എന്ന് പറയുന്നത് ഐസ് മൂടി കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ വലിയ ഇതിൽ അൽബീഡോ എഫക്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ആർട്ടിക് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഐസ് ഷീറ്റ് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ അൽബീഡോ കുറയും. സോ ദാറ്റ് മീൻസ് ഈ സണ്ണിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ സണ്ണിന്റെ ചൂടൊക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഇവരുടെ കേപ്പബിലിറ്റി കുറയും. സോ ദാറ്റ് മീൻസ് അത് ഫെർദർ ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടാനുള്ള കാരണമാവും. ഇനി അതുപോലെ തന്നെ ഇത് കാരണം, ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ റൈസ് കാരണം ഈ ആർട്ടിക്കിനെ തണുത്തതായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന കുറേ ജെറ്റ് സ്ട്രീംസ് ഉണ്ട്. ഈ ജെറ്റ് സ്ട്രീംസിനകത്ത് മാറ്റം വരും. അതുപോലെ തന്നെ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിക് റീജിയനിലുള്ള ആക്സലറേറ്റഡ് ആയിട്ടുള്ള വാർമിംഗ് എക്സ്പീരിയൻസിനെയാണ് ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മറ്റുള്ള ഗ്ലോബൽ ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടിലും കൂടിയ തോതിലാണ് ആർട്ടിക്കിലെ ടെമ്പറേച്ചർ റൈസ് വരുന്നത്. അതിനെയാണ് ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആർട്ടിക് ഓസിലേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ, ഇതൊക്കെ ഈ ആർട്ടിക്കിലെ ടെമ്പറേച്ചർ റൈസിന് കാരണമാകുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കോർണർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്ന വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള വൈൽഡ് ഫയറുകളും എക്കോസിസ്റ്റം ഡിസ്റപ്ഷൻസും ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സമ്മറിലാണ് കാനഡയിൽ വലിയ രീതിയിലുള്ള, അതായത് മില്യൺസ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് കത്തിക്കരിയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വൈൽഡ് ഫയേഴ്സ് ഉണ്ടാകുന്നത്. ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വൈൽഡ് ഫയേഴ്സ് ഉണ്ടായിരുന്നു. അത് എക്കോസിസ്റ്റത്തിനകത്ത് കാര്യമായിട്ടുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് തോയിങ് ഓഫ് സബ്സീ പെർമാഫ്രോസ്റ്റ്. നമ്മൾ ഈ കരയിൽ പെർമാഫ്രോസ്റ്റ് ഉള്ളതുപോലെ തന്നെ ആർട്ടിക് റീജിയനിലെ ഐസ് മൂടിക്കിടക്കുന്ന കടലിന്റെ അടിഭാഗത്തും ഇതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള പെർമാഫ്രോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം സ്റ്റഡീസ് ഒന്നും നടന്നിട്ടുള്ള ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. പക്ഷേ അവിടുത്തെ പെർമാഫ്രോസ്റ്റ് ഇതേപോലെ ഇല്ലാതാകുമ്പോഴും അവിടുന്നും ഇതേപോലെ തന്നെ മീഥേൻ ഗ്യാസിന്റെ എമിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു കോൺസിക്വൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അത് ആദ്യം ബാധിക്കാൻ പോകുന്ന സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. സോ ദാറ്റ് മീൻസ് ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് അത് കാരണമാകും, അല്ലെങ്കിൽ ഫുഡ് ഷോർട്ടേജിന് കാരണമാകും. അലാസ്ക പോലുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഫ്ലഡിങ് നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വെള്ളം കടലിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള വാട്ടർ ബോഡീസിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് ഫ്ലഡിങ്ങിന് കാരണമാവും. ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റ് വലിയ രീതിയിൽ, ഈവൻ ദോ 2023 വിന്റർ സീസണിൽ ഗ്രീൻലാൻഡിന്റെ നോർമലി ഓൺ ആൻഡ് ആവറേജ് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്നോ കവർ ഗ്രീൻലാൻഡിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഐസ് ഷീറ്റ് വലിയ രീതിയിൽ ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ രീതിയിൽ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തയും ഇതേ സമയം വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റിന്റെ മെൽറ്റിങ്ങിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആർട്ടിക് റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഐസ് ഷീറ്റ് ഉള്ളത് ഗ്രീൻലാൻഡിലാണ്. അപ്പോൾ ഈ ആർട്ടിക് റീജിയനിലുള്ള ഐസ് മെൽറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലോബൽ
ഗ്ലോബൽ ലെവലിലുള്ള സീ ലെവൽ റൈസിനുള്ള ഒരു മേജർ കോൺട്രിബ്യൂട്ടറായിട്ട്, സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടറായിട്ട് മാറാൻ പോകുന്നത് ഈ ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റിന്റെ മെൽറ്റിംഗ് ആണ്. അപ്പോൾ അതൊരു അലാമിംഗ് റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ ഇന്റർനാഷണൽ എഫേർട്സ് ആണ്. ഇതിനെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് അനുസരിച്ച് ടെമ്പറേച്ചർ റൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2100 ആകുമ്പോഴേക്കും ഒരു മാക്സിമം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഈ ടെമ്പറേച്ചർ റൈറ്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇമിഷൻ റിഡക്ഷൻ നടത്താനുള്ളത്. അതുപോലെ തന്നെ ആർട്ടിക് കൗൺസിൽ, ഈ ആർട്ടിക്കുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ആർട്ടിക് കൗൺസിൽ. സോ ആർട്ടിക്കിലെ ഈ പ്രസ്തീൻ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ആ ഒരു ഈ പറയുന്ന അവിടുത്തെ ക്ലൈമറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സഹകരണം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ആർട്ടിക്കിലൂടെയുള്ള ഷിപ്പിംഗ് റെഗുലേഷൻസിനെ കുറിച്ച് ഇപ്പോൾ രാജ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ആർട്ടിക്കിലെ ഐസ് മെൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ആർട്ടിക്കിലൂടെ പോകുന്ന ഷിപ്പിംഗ് ഇപ്പോൾ വലിയ ഇതിൽ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഫെർദർ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചറിന് ആർട്ടിക്കിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷിപ്പിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷനാണ് 1996 ഒട്ടാവ ഡിക്ലറേഷൻ. സോ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മേജർ ഇന്റർനാഷണൽ എഫേർട്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഹെൽസിങ്കി ആണ്. സോ ഹെൽസിങ്കി എന്ന് പറയുന്നത് നോർഡിക് രാജ്യങ്ങളൊന്നായിട്ടുള്ള അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊന്നായിട്ടുള്ള ഫിൻലാൻഡിന്റെ ക്യാപിറ്റലാണ് ഹെൽസിങ്കി എന്ന് പറയുന്നത്. ഇത് ഈ ഗൾഫ് ഓഫ് ഫിൻലാൻഡ്, ഈ ബാൾട്ടിക് സീയുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൾഫ് ഓഫ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ആ ഗൾഫ് ഓഫ് ഫിൻലാൻഡിന്റെ ഷോർസിൽ സ്ഥിതി ചെയ്യുന്ന, അതിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഈ ഫിൻലാൻഡിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ നഗരവും ഇതേ ഹെൽസിങ്കി തന്നെയാണ്. അപ്പോൾ ഈ ഹെൽസിങ്കി അറിയപ്പെടുന്നത് ഡോട്ടർ ഓഫ് ദി ബാൾട്ടിക് ആൻഡ് അല്ലെങ്കിൽ പേൾ ഓഫ് ദി ബാൾട്ടിക് എന്നുള്ള പേരിലൊക്കെ ഈ ഹെൽസിങ്കി അറിയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണ്. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ബാൾട്ടിക് സീ ആൻഡ് നോർത്ത് അറ്റ്ലാന്റിക് കറൻസിന്റെ മിറ്റിഗേറ്റിംഗ് ഇൻഫ്ലുവൻസ് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമിഡ് കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ഹെൽസിങ്കിയിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.